എപ്പോഴും ഒരു മാറ്റവും ഇല്ല. സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം എന്ന വ്യത്യാസമില്ല. ഏത് മാറി വരുന്ന ജീവിത സാഹചര്യത്തിലും മാറാതെ ഈശ്വരനിൽ ചേർന്നവർ. നമ്മൾ ചിലപ്പോൾ സുഖത്തിൽ ഈശ്വരനിൽ ചേരും, ദുഃഖത്തിൽ ഈശ്വരനെ ഉപേക്ഷിക്കും, അഥവാ ദുഃഖത്തിൽ ഈശ്വരനെ ചേരും, സുഖത്തിൽ ഉപേക്ഷിക്കും. ഇങ്ങനെയൊക്കെയാണ് പതിവ്, ഇല്ലേ? ദുഃഖമാകുമ്പോൾ ഭഗവാനെ രക്ഷിക്കണേ അല്ലേ എന്ന് പറയും. സുഖമായി നോക്കുമ്പോഴോ എന്ത് ഭഗവാൻ, കൂരായണ കൂരായണ കൂരായണ, അല്ലാണ്ടെന്താ? നേരത്തെ മുഴുവൻ നാരായണിയായിരുന്നു. പിന്നെ ജീവിതത്തിൽ അടുത്ത പാലം കാണുമ്പോഴാണ് നാരായണ 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 നാരായണ. കടന്നു കഴിഞ്ഞാൽ പിന്നെയും കൂരായണ കൂരായണ കൂരായണ. ഇതാണ് നമ്മുടെ പൊതു സ്വഭാവം. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയണത്, അല്ല, പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്. എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എന്തോ ഭജന, കീർത്തനം, നാമജപം, ഹോമം, പൂജ, അത് ഇത്. അടി കിട്ടുമ്പോൾ, അല്ലാത്തപ്പോൾ അടിയും മറന്നു, എല്ലാം മറന്നു. അങ്ങനെയുള്ളവരല്ല. നിത്യവും യുക്തരായ, ഒരുപോലെ സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം, പൂജ, പരിഭവം എന്ന് വ്യത്യാസമില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എല്ലാ ഇടങ്ങളിലും എല്ലായ്പ്പോഴും യുക്തരായവർ.